This call is now being recorded. Okay, so in the last class we discussed about TCP timers, transmission control protocol timers, and there are four main timers which are used in TCP, that are retransmission timer, persistent timer, keep alive timer, time wait timer. Retransmission timer is used to check whether a segment or a packet is lost or not. Persistent timer is to deal with the zero window size deadlock detection. Keep alive timer is used to prevent a long idle connection between two TCP hosts or two TCP devices. Time wait timer is used during TCP connection termination. Then we discussed TCP pseudo header. It's a demo header or a false header which is used just in front of the TCP main packet or main header to calculate the checksum. And it includes source address, destination address, some reserved field, protocol, and TCP segment length. Okay. So അത്രയും പാർട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രോട്ടോകോളാണ് UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, and it's a connectionless protocol mainly used in datagram network. Okay, so UDP is equal to means user datagram protocol is an alternative communication protocol to TCP and is used primarily for establishing low latency and low tolerating connection between application on the internet. അതായത് റിലയബിൾ ആയിട്ടുള്ള കണക്ഷൻ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മളെപ്പോഴും TCP ആണ് യൂസ് ചെയ്യുക. ബട്ട് ലോ ലേറ്റൻസിയും ലോസ് ടോളറേറ്റിംഗ് ലോ ചെയ്യുന്ന നെറ്റ്വർക്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് UDP. എന്തുകൊണ്ടാണ് ലോസ് ടോളറേറ്റിംഗ് എന്ന് പറയുന്നത്? കാരണം ഇവിടെ ഇറ്റ് വിൽ ട്രൈ ഇറ്റ് മാക്സിമം ടു ഡെലിവർ ദ പാക്കറ്റ് ബട്ട് ഇറ്റ് കനോട്ട് ഗ്യാരണ്ടി ദ ഡെലിവറി ഓഫ് പാക്കറ്റ് ഓർ റിലയബിലിറ്റി എപ്പോഴും ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് UDP. ആൻഡ് ദിസ് ഈസ് ദ UDP ഹെഡർ ഫോർമാറ്റ്. വളരെ ചെറിയൊരു ഫിഗറാണ്, വളരെ കുറച്ച് ഫീൽഡുകൾ മാത്രമേ UDP ഹെഡറിൻ്റെ അകത്തുള്ളൂ. സോഴ്സ് പോർട്ട്, ഡെസ്റ്റിനേഷൻ പോർട്ട്, UDP ലെങ്ത് ആൻഡ് UDP ചെക്സം. ദീസ് ആർ ദ ഫോർ ഫീൽഡ്സ് that are included in the UDP header: source port, destination port, UDP length field, and UDP checksum field. You know what is port? UDP destination port is used to identify the destination process. ഒരു ഹോസ്റ്റ് മനസ്സിലാക്കി ഏത് പ്രോസസ് ഇൻസൈഡ് ദാറ്റ് ഹോസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതേപോലെ UDPയുടെ ഡെസ്റ്റിനേഷൻ പോർട്ട് യൂസ് ചെയ്തിട്ടായിരിക്കും ഡെസ്റ്റിനേഷൻ മിഷൻ്റെ അകത്തുള്ള ഏത് പ്രോസസ്സാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവുക. മെസ്സേജ് ലെങ്ത് ഓഫ് ദ ഡാറ്റാഗ്രാം ഇൻ ബൈറ്റ് ഇൻക്ലൂഡിങ് ഹെഡർ ആൻഡ് ഡാറ്റ. ഹെഡറും ഡാറ്റയും ഉൾപ്പെടെയുള്ള എത്ര ടോട്ടൽ ലെങ്ത് ഉണ്ട് എന്ന് പറയുന്നതാണ് മെസ്സേജ് ലെങ്ത് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെക്സം ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഫീൽഡാണ്. ഇറ്റ്സ് എ 16-bit ഫീൽഡ്. ഓക്കെ, ടു ഫൈൻഡ് ദ ഇററിനെ ഫൈൻഡ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് checksum field. So these are the four fields included in UDP datagram packet or the header. So what are the properties of UDP? UDP the properties എന്തൊക്കെയാണ്? UDP provides an unreliable datagram service. എന്തുകൊണ്ടാണ് unreliable എന്ന് പറയുന്നത്? It's a connectionless service. അതായത് ആദ്യമേ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് റിസോഴ്സ് ഒക്കെ അതിനുവേണ്ടി റിസർവ് ചെയ്തതിന് ശേഷമല്ല ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ഓൾസോ ഡൈനാമിക് ആയിട്ടായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവുക, മീൻസ് റൂട്ടിംഗ് ഒക്കെ ഡൈനാമിക് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് സേയിങ് ദാറ്റ് ഇറ്റ് വിൽ ട്രൈ ഇറ്റ്സ് മാക്സിമം ടു ഡെലിവർ ദ പാക്കറ്റ് ബട്ട് ഇറ്റ് കനോട്ട് ഗ്യാരണ്ടി. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് സേയിങ് ദാറ്റ് UDP പ്രൊവൈഡ്സ് ആൻ അൺറിലയബിൾ ഡാറ്റാഗ്രാം സർവീസ്. ഓക്കെ, പാക്കറ്റ് മേ ബി ലോസ്റ്റ് ഓർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ഓർഡർ. പാക്കറ്റുകൾ ചിലപ്പോൾ ലോസ് ആയി പോവാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസസ് ഔട്ട് ഓഫ് ഓർഡറിലായിരിക്കും റിസീവർ സൈഡിൽ എത്തുന്നുണ്ടാവുക. എന്താണ് ഔട്ട് ഓഫ് ഓർഡർ? TCP ആണെങ്കിൽ എല്ലാം ഒരു കോമൺ പാത്ത് ഫോളോ ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ ദ ഓർഡർ വിൽ ബി പ്രിസർവ്ഡ്. ഫസ്റ്റ് അയച്ചത് ഫസ്റ്റ് തന്നെ എത്തും, സെക്കൻഡ് അയച്ചത് അതിൻ്റെ പിന്നാലെ ആയിരിക്കും എത്തുന്നുണ്ടാവുക. ബട്ട് ഇൻ UDP വി കനോട്ട് ഡെലിവർ പാക്കറ്റ്സ് ഇൻ ഓർഡറിൽ ഡെലിവർ ചെയ്യാൻ പറ്റില്ല. സോ ദർ ഷുഡ് ബി എ മെക്കാനിസം ഇൻ ദ റിസീവർ സൈഡ് ടു മേക്ക് ദ പാക്കറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ.
Then message split into datagram, user and datagram as packets in the on network layer. Datagram ആയിരിക്കും അയക്കുന്നുണ്ടാവുക. ഇറ്റ്സ് അൺറിലയബിൾ ബട്ട് ഫാസ്റ്റ്. അൺറിലയബിൾ ആണ് ബട്ട് ഫാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഓരോന്നും ഓരോ റൂട്ട് വഴിയൊക്കെ ആയിരിക്കും ഡൈനാമിക് ആയിട്ടായിരിക്കും റൂട്ട് ചെയ്യുന്നുണ്ടാവുക. സോ കൺജഷൻ ഒരു സ്ഥലത്തുണ്ടായാലും മറ്റു പാക്കറ്റുകൾക്ക് റിസീവറിലോട്ട് സ്പീഡിൽ എത്താൻ വേണ്ടി പറ്റും. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് സെയിങ് ദാറ്റ് ഇറ്റ്സ് അൺറിലയബിൾ ബട്ട് ഇറ്റ്സ് ഫാസ്റ്റ്. ഇറ്റ് സപ്പോർട്ട് ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ, മീൻസ് ടു ഡയറക്ഷനിൽ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. TCPയും ഫുൾ ഡ്യൂപ്ലക്സ് തന്നെയായിരുന്നു. ആൻഡ് ആപ്ലിക്കേഷൻ മസ്റ്റ് ഡീൽ വിത്ത് ലോസ് പാക്കറ്റ്. പാക്കറ്റുകൾ ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മുന്നേ പറഞ്ഞു. സോ അങ്ങനെ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഷുഡ് ഇംപ്ലിമെന്റ് എ മെക്കാനിസം ടു ഫൈൻഡ് ദാറ്റ് ലോസ് പാക്കറ്റ് ആൻഡ് ടു റീട്രാൻസ്മിറ്റ് ദ സെയിം പാക്കറ്റ് അഗൈൻ. Okay, so that's the point. Application must deal with the lost packet. These are the properties of UDP. That is, it provides unreliable datagram service. Packet may be lost or delivered out of order. Unreliable but fast. Support full duplex communication. And application must deal with the lost packet. Now, when to use UDP? എപ്പോഴൊക്കെയാണ് നമ്മൾ UDP യൂസ് ചെയ്യുക? Reduce the requirement of computer resources. അതായത് നമ്മുടെ കയ്യിൽ ഒരു നെറ്റ്വർക്കിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ വളരെ കുറവാണ്. ആ കേസിൽ നമ്മൾ UDP യൂസ് ചെയ്യും. Why? Because in TCP we need to establish a connection and we need to reserve the resources only for that purpose. ആ ഒരു purpose വേണ്ടിയിട്ട് കുറേ റിസോഴ്സസിനൊക്കെ മാറ്റി വെക്കേണ്ടി വരും. But if we are not having that resources in a network, then we can use UDP. Provided completely by the application program. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ അകത്ത് ചെക്കിംഗ് മെക്കാനിസം മീൻസ് ചെക്കിംഗ് മെക്കാനിസം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക? കറക്റ്റ് ഓർഡറിലാണോ എത്തിയിട്ടുള്ളത്, ഏതെങ്കിലും പാക്കറ്റ് ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷനകത്ത് നമുക്ക് UDP യൂസ് ചെയ്യാം. കാരണം ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കോസ്റ്റ് വെച്ചിട്ട് TCP ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ ജസ്റ്റ് യൂസ് UDP. And third, when using multicast or broadcast transfer, മൾട്ടികാസ്റ്റിങ്ങിനോ ബ്രോഡ്കാസ്റ്റിങ്ങിനോ ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് UDP പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് റിയൽ ടൈം പാക്കറ്റ്, റിയൽ ടൈം ഓർ മൾട്ടിമീഡിയ ലൈക്ക് പാക്കറ്റ് ട്രാൻസ്മിഷൻ ഓൾസോ വി യൂസ് ദിസ് UDP. ഓക്കെ, സോ ഈ സിറ്റുവേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പാക്കറ്റുകളാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ വി കോമൺലി യൂസ് UDP പ്രോട്ടോക്കോൾ ഇൻസ്റ്റെഡ് ഓഫ് TCP. That is, when to use UDP? To reduce the requirement of computer resources. The checking scheme has provided completely by the application program while using multicast and broadcast and for transmitting real-time packets. ഇതിനൊക്കെയാണ് കോമൺ ആയിട്ട് UDP യൂസ് ചെയ്യുന്നത്. Then UDP യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ചില പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ഹയർ ലെവൽ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന പ്രോട്ടോകോൾസ് ആണ്. ഈ ആപ്ലിക്കേഷൻ ലെയറിലൊക്കെ UDPനെ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? ട്രിവിയൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ TFTP, സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ SNMP. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനുണ്ട്. വാട്ട് ഈസ് SNMP? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ DHCP, അതും ഈ ഒരു മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഡൊമൈൻ നെയിം സിസ്റ്റം DNS, റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ RIP, റിയൽ ടൈം ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ RTP. ഇങ്ങനെയുള്ള റൂട്ടിംഗ് ഓർ ഹയർ ലെവൽ പ്രോട്ടോകോൾസുമൊക്കെ നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന റൂട്ടിംഗ് പ്രോട്ടോകോൾസും ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന ഹയർ ലെവൽ പ്രോട്ടോകോൾസും ഒക്കെ UDPയെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ എക്സാമ്പിൾ പ്രോട്ടോകോൾസ് വിച്ച് ആർ യൂസ്ഡ് യൂസിങ് UDP. ഓക്കെ, TFTP, SNMP, DHCP, DNS, RIP and RTP. Okay. Now the comparison between TCP and UDP. Both are protocols present in transport layer in ORF. TCP is connection oriented, UDP is connectionless. Connection oriented കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ? We need to establish a connection before the data transfer. Okay, and most of the cases the resources will be also allocated for this particular purpose. That's what connection oriented means. UDP is connectionless. TCP is a conformed service and UDP is unconformed service. Conformed service means it's the case of reliability. TCP can നമുക്ക് പറയാൻ പറ്റും the packet will be delivered at any cost. But UDP
മാക്സിമം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും, പക്ഷേ നമുക്ക് എപ്പോഴും അത് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഹൈ ഓവർ ഹെഡർ ടേംസിൽ നോക്കുകയാണെങ്കിൽ TCPൻ്റെ അകത്തുള്ള ഹെഡറിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ വളരെ കൂടുതലും UDPൻ്റെ അകത്തുള്ള കമ്പാരിറ്റീവ്ലി കുറവാണ്. Because we know that only 4 fields are there in the UDP header, but in TCP header there are many fields. TCP support the flow control, UDP there is no flow control mechanism. Okay, so these are the differences between TCP and UDP. Okay, so ഇത്രയാകുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആവും. സ്റ്റാർട്ടിങ്ങിൽ പറയുന്നു 6th മൊഡ്യൂളിൽ 3 പാർട്ടായിട്ടാണുള്ളത്. ഒന്ന് റിഗാർഡിംഗ് transport layer, second one regarding application layer, and third regarding DNS, domain name system. ഇത് ഒന്നാമത്തെ ട്രാൻസ്പോർട്ട് ലെയർ. ആ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ അണ്ടറിൽ രണ്ട് മെയിൻ പ്രോട്ടോകോൾ TCP and UDP. അതാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. അതിൽ TCP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഹെഡർ ഫോർമാറ്റും അതിൻ്റെ വർക്കിങ്ങും ഒരു ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും ഒന്ന്. ഓക്കെ, സോ TCPയുടെ ഹെഡർ ഫോർമാറ്റ് വരച്ച് തന്നെ ഡിസ്കസ് ചെയ്യണം. അതേപോലെ അതിൻ്റെ വർക്കിങ്ങും 3 steps are there: connection establishment, data transfer and connection termination, and connection establishment is done by using three-way handshaking mechanism. എന്തുകൊണ്ട് നമ്മൾ 2-way handshaking യൂസ് ചെയ്യുന്നില്ല, 3-way handshaking യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് TCP timers, TCP അകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈമേഴ്സ്. ദെൻ UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ, ഇറ്റ്സ് ഹെഡർ ഫോർമാറ്റ്. എപ്പോഴൊക്കെയാണ് നമ്മൾ UDP യൂസ് ചെയ്യുന്നത്, UDP യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസിൻ്റെ എക്സാമ്പിൾസ്. ദെൻ കമ്പാരിസൺ ബിറ്റ്വീൻ TCP ആൻഡ് UDP. ഈ ഒരു കമ്പാരിസണും ചിലപ്പോൾ ഒരു 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, TCP UDP തമ്മിലുള്ള കമ്പാരിസൺ. സോ ഇത്രയാകുമ്പോൾ നമ്മുടെ 6th മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ സെക്കൻഡ് ഈസ് ആപ്ലിക്കേഷൻ ലെയർ. ഈ ആപ്ലിക്കേഷൻ ലെയറിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ 2 കൺസെപ്റ്റാണ് നോക്കുന്നത്. ഒന്ന് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും SMTP. ഓക്കെ, ദെൻ ഈ ഒരു ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് FTP ആണ് നോക്കുന്നത്. ദെൻ DNS എന്നൊരു കൺസെപ്റ്റ് നോക്കുന്നുണ്ട്, ഡൊമെയിൻ നെയിം സിസ്റ്റം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആപ്ലിക്കേഷൻ ലെയർ? ആപ്ലിക്കേഷൻ ലെയർ OSI റെഫറൻസ് മോഡലിൻ്റെ അകത്തുള്ള എത്രാമത്തെ ലെയറാണ്? ആപ്ലിക്കേഷൻ ലെയർ OSI റെഫറൻസ് മോഡലിലെ എത്രാമത്തെ ലെയറാണ്? ബോട്ടം. ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ആപ്ലിക്കേഷൻ ലെയർ OSI റെഫറൻസ് മോഡലുള്ള എത്രാമത്തെ ലെയറാണ്? ഫ്രം ബോട്ടം. ആപ്ലിക്കേഷൻ ലെയർ OSI റെഫറൻസ് മോഡലിലെ എത്രാമത്തെ ലെയറാണ്? ഓർ OSIൻ്റെ എത്ര ലെയർ ഉണ്ട് ആക്ച്വലി? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ആപ്ലിക്കേഷൻ ലെയർ, യെസ്, ഇറ്റ്സ് 7th ലെയർ. 7th ലെയറാണ് ഈ ഒരു OSI റെഫറൻസ് മോഡലിൻ്റെ അകത്തുള്ള 7th ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെയറാണ്. ഓൾസോ TCP/IP-ൻ്റെ അകത്തും ഈ ഒരു ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്. TCP/IP-ൻ്റെ അകത്ത് ഇത് എത്രാമത്തെ ലെയറാണ്? ആ ലെയേഴ്സിൻ്റെ നമ്പർ എപ്പോഴും ഓർമ്മയുണ്ടാവണം. OSI റെഫറൻസ് മോഡലിൽ 7th ലെയറാണ്. TCP/IP റെഫറൻസ് മോഡലിൽ എത്രാമത്തെ ലെയറാണ് ഫ്രം ബോട്ടം ആപ്ലിക്കേഷൻ ലെയർ? TCP/IP-യിൽ എത്ര ലെയേഴ്സ് ഉണ്ട് ആക്ച്വലി? TCP/IP-യിൽ എത്ര ലെയേഴ്സ് ഉണ്ട്? ലെയേഴ്സിൻ്റെ എണ്ണം മറന്നു പോകാൻ പാടില്ല. ഹൗ മെനി ലെയേഴ്സ് ആർ ദർ ഇൻ? യെസ്, 4 ലെയേഴ്സ് ഉണ്ട് TCP/IP-ൻ്റെ അകത്ത്. സോ 2 പ്രോട്ടോക്കോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയർ ലെവലിലുള്ള പ്രോട്ടോക്കോളാണ്
അല്ലെങ്കിൽ ഏറ്റവും ഹയർ ലെവലാണ് ആപ്ലിക്കേഷൻ ലെയർ. സോ OSI റെഫറൻസിന്റെ കേസിൽ 7th TCP/IP-യുടെ കേസിൽ 4th ലെയറുമാണ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, സോ ഏറ്റവും ഹയർ ആയിട്ടുള്ള ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ. എല്ലാ ഹയർ ലെവൽ പ്രോട്ടോകോൾസും പ്രസന്റ് ഉള്ള ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ. Okay, so it's present both in TCP/IP and OSI reference model as the highest level or highest layer. എല്ലാ ഹയർ ലെയർ പ്രോട്ടോകോൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ലൈക്ക് ടെൽനെറ്റ്, FTP, TFTP, SMTP, DNS ഇങ്ങനെയുള്ള എല്ലാ പ്രോട്ടോകോൾസും സപ്പോർട്ട് ചെയ്യുന്ന ഹയർ ലെവൽ പ്രോട്ടോകോൾസിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെയർ ആണ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, സോ ഈ ആപ്ലിക്കേഷൻ ലെയറിലുള്ള ഒന്നാമത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു മെയിൻ പ്രോട്ടോകോൾ ആണ് FTP. FTP means File Transfer Protocol. ഈ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നിങ്ങൾ പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ റെഗുലർ ലൈഫിൽ തന്നെ നിങ്ങളിത് പലപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ യൂസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, നമ്മൾ എപ്പോഴൊക്കെയാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുക? മീൻസ് ലൈക്ക് നിങ്ങളുടെ ഒരു റെഗുലർ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ് സിറ്റുവേഷൻ പറയാൻ പറ്റുമോ? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നിങ്ങളുടെ റെഗുലർ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റുമോ? പേരിൽ തന്നെ ഉണ്ട് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ എ ക്ലയന്റ് ആൻഡ് സെർവർ. ആ രീതിയിൽ നമുക്ക് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെഗുലർ ലൈഫിൽ ഈ പ്രോട്ടോകോൾസ് എപ്പോഴും യൂസ് ചെയ്യാറുണ്ടോ? ഈ FTP എന്നുള്ള എക്സ്റ്റൻഷൻ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? FTP യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയായിരിക്കും? നിങ്ങൾ ഫയൽസിനെ ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ആ കേസിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് FTP എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മൂവീസ് അല്ലെങ്കിൽ സോങ്സ് അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഈ FTP ആണ്. കാരണം നിങ്ങൾ ഫയൽസിനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ ഓൾ ദോസ് പർപ്പസ് വി യൂസ് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, സോ അങ്ങനെയുള്ള സൈറ്റുകൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അഡ്രസ് ബാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നോർമലി നിങ്ങൾ ഒരു ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ആ അഡ്രസ് ബാറിൽ ആദ്യം ഉണ്ടാവുക HTTP ആയിരിക്കും പ്രോട്ടോകോൾ, അല്ലെ HTTPS എന്നുള്ള പ്രോട്ടോകോൾ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് നിങ്ങൾ ഈ ഫയൽ ട്രാൻസ്ഫർ സൈറ്റിലൊക്കെ അല്ലെങ്കിൽ ഡൗൺലോഡിങ് ഓർ അപ്ലോഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഡ്രസ് ബാർ ഒന്ന് ശ്രദ്ധിക്കുക. ആ അഡ്രസ് ബാറിൽ സ്റ്റാർട്ടിങ്ങിൽ FTP എന്നുള്ള ഒരു ഇതായിരിക്കും ഉണ്ടായിരിക്കുക, FTP://. ഓക്കെ, സോ ആ ഒരു പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ FTP പ്രോട്ടോകോൾ ആണ്. FTP protocol is used to transfer files between FTP host or server and an FTP client. ഒരു ക്ലയന്റിന്റെ സെർവറിന്റെ ഇടയിൽ ഒക്കെ ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് FTP. And it is mainly used to download or upload files from www വേൾഡ് വൈഡ് വെബ് നിന്ന് സെർവറിൻ്റെ അകത്ത് നിന്ന് ഫയൽസിനെ ഡൗൺലോഡ് ചെയ്യുവാനും അതിലോട്ട് അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ FTP യൂസ് ചെയ്യുന്നുണ്ടാവുക. It's an alternative choice to HTTP protocol for downloading and uploading files to FTP server. FTP സെർവറിലോട്ട് ഫയൽസിനെ ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹയർ ലെയർ പ്രോട്ടോകോളാണ് FTP. ഓക്കെ, TCP സർവീസസ് യൂസ് ചെയ്തിട്ടാണ് FTP വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് നീഡ് 2 TCP കണക്ഷൻസ്, 2 TCP കണക്ഷൻസ്. ഈ കണക്ഷന് വേണ്ടിയിട്ട് 2 പോർട്ടും യൂസ് ചെയ്യുന്നുണ്ട്, പോർട്ട് 21 ആൻഡ് പോർട്ട് 20. അതിൽ പോർട്ട് 21 എന്ന് പറയുന്നത് കൺട്രോൾ കണക്ഷന് വേണ്ടിയിട്ടും 20 എന്ന് പറയുന്നത് ഡാറ്റ കണക്ഷന് വേണ്ടിയിട്ടുമാണ്. അതായത് FTP യൂസസ് TCP കണക്ഷൻ വിത്ത് 2 പോർട്ട്സ് 21 ആൻഡ് പോർട്ട് 20. പോർട്ട് 21 യൂസ് ചെയ്യുന്നത് ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ടും
അങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് 20 എന്നുള്ള കോമൺ പോർട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ this is client and this is server. Client wants to access some files from the server. Okay, so by using the port number 21, first of all it establishes a connection. എന്നിട്ട് ആ ഒരു കണക്ഷനെ കൺട്രോൾ ചെയ്യും. കണക്ഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം by using the port number 20 it transfer the data, means either download or data. ഇങ്ങനെയായിരിക്കും FTP കണക്ഷൻ ഉണ്ടായിരിക്കുക. Okay, so two port numbers are used, 21 and 20, 21 for control connection and 20 for data connection. So ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ആദ്യം തന്നെ 21 യൂസ് ചെയ്തിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ലൈക്ക് ഫോർ കൺട്രോൾ പർപ്പസ്, ആൻഡ് ആ ഒരു കണക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പോർട്ട് നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും. ആഫ്റ്റർ ദാറ്റ് ബൈ യൂസിങ് ദ പോർട്ട് നമ്പർ 20 ഡാറ്റ ഈ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ദ ക്ലയന്റ് ആൻഡ് സെർവർ. ഓക്കെ, സോ ഇങ്ങനെയാണ് TCPയുടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും ഡാറ്റ ട്രാൻസ്ഫറും ഉണ്ടായിരിക്കുക. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കാം. ഓക്കെ, so this is the client, this is server. First of all server എന്ത് ചെയ്യണം, ലിസൺ ചെയ്യണം. സെർവർ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ക്ലയന്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ സെർവർ ലിസൺ ചെയ്യാണ്. സോ ഒരു യൂസർ വിത്ത് യൂസർ ID, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള യൂസർ ആണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു സൈറ്റ്, നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ഒരു സൈറ്റ് നിങ്ങൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും മനസ്സിൽ ആലോചിച്ചാൽ മതി. ആ പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലയന്റ് ലിസൺ ചെയ്യുന്നു, യൂസർ ഒരു റിക്വസ്റ്റ് അയക്കുന്നു വിത്ത് യൂസർ നെയിം, സെർവർ വെരിഫൈ ചെയ്യുന്നു ഇയാൾ യൂസർ കറക്റ്റ് യൂസർ ആണോ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള രജിസ്റ്റർ ആയിട്ടുള്ള യൂസർ ആണോ എന്ന് വെരിഫൈ ചെയ്യുന്നു. ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്തു. പാസ്വേഡ് ചോദിക്കുന്നു, യൂസർ പാസ്വേഡ് കൊടുക്കുന്നു, പാസ്വേഡ് ചെക്ക് ചെയ്യുന്നു, ലോഗിൻ വെരിഫൈ ആയി, ദെൻ പോർട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ഇത്രയും ആകുമ്പോഴാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നു. ഡാറ്റ ട്രാൻസ്ഫർ നടന്നതിന് ശേഷം ആ കണക്ഷനെ ടെർമിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു FTP സെർവറിന്റെ അല്ലെങ്കിൽ FTP ഫയൽ ട്രാൻസ്ഫർ വർക്കിംഗ്. ഒരു റേസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അയാൾ സെർവറിൽ നിന്നും എങ്ങനെയാണ് ഒരു ഫയലിനെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഈ ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഇവിടെ സെപ്പറേറ്റ് കാണിച്ചിട്ടുള്ളത്. ലിസ്റ്റ് ഓഫ് ഡയറക്ടറീസ് ആയിരിക്കും സെർവർ നിന്ന് ക്ലയന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. കണ്ടിന്യൂ ആയിട്ട് കുറേ ലിസ്റ്റ് ഓഫ് ഡയറക്ടറീസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. കംപ്ലീറ്റ് ഡാറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷം ആ കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. Okay, so this is the control connection, this is the data connection. Control connection is by using the port number 21. ഇത്രയും പ്രോസസ്സുകൾ അതിൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷമാണ് ഒരു കണക്ഷൻ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. കണക്ഷൻ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നുണ്ടാവുക. അതിനുശേഷം ആ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, സോ വൺസ് അഗൈൻ സെർവർ ലിസൺ ചെയ്യുന്നു, ക്ലയന്റ് വിത്ത് യൂസർ ID റിക്വസ്റ്റ് ചെയ്യുന്നു. യൂസർ ID ഓക്കെയാണ്, ഇയാൾ ഓൾറെഡി ഒരു രജിസ്റ്റർ ആയിട്ടുള്ള പേഴ്സൺ ആണ്. സോ the server will ask for the password കൊടുക്കുന്നു. ഓക്കെ ആയതിനു ശേഷം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കണക്ഷനെ ടെർമിനേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് FTPയുടെ ഓപ്പറേഷൻ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ യൂസർ ID വെച്ചിട്ട് നിങ്ങളൊരു സൈറ്റിൽ കയറി അതിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്നതോ ഡൗൺലോഡ് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് ഇമാജിൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈസിലി ഈ ഒരു ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നൗ ബേസിക് ഫങ്ഷൻസ് ആൻഡ് ടേംസ് ഓഫ് FTP. FTPയിൽ യൂസ് ചെയ്യുന്ന ബേസിക് ഫങ്ഷൻസ് ആൻഡ് ടേംസ്. ഇത് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. We need client and FTP server software. We also need to know the server address, username, password and port number. ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. Then എന്തൊക്കെയാണ് FTPയിൽ യൂസ് ചെയ്യുന്ന ടേംസ്? First one, anonymous FTP. What do you mean by anonymous FTP? പല പബ്ലിക് FTP സെർവേഴ്സും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ഫയൽസിനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മൂവി ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോങ് ഡൗൺലോഡ് ചെയ്യുന്നു. നിങ്ങൾ ചില ഗൂഗിളിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്തിട്ട് നേരെ FTP സെർവറിലോട്ട് പോയി അവിടെ നിന്ന് നേരെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും അനോണിമസ് ആയിട്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പം അവിടെ ഒരു യൂസർ നെയിമോ
അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയും നിങ്ങൾക്ക് ഫയൽസിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള FTPനെയാണ് അനോണിമസ് FTP എന്ന് പറയുക. നമ്മൾ നേരത്തെ കണ്ട ഓപ്പറേഷൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കേസാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ കേസസ് പല FTPകളും അല്ലെങ്കിൽ പല FTP സെർവേഴ്സും അനോണിമസ് ആയിട്ട് ഫയൽസിനെ ഡൗൺലോഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. ഏറ്റവും നല്ല എക്സാമ്പിൾ, നിങ്ങൾ മൂവീസ് അല്ല സോങ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും അക്കൗണ്ട് ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ സെർവറിൻ്റെ അകത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ട സോങ്സിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതൊക്കെ ഈ ഒരു അനോണിമസ് FTP എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ്. വിച്ച് മീൻസ് വേരിയസ് പബ്ലിക് സെർവേഴ്സ് allow anonymous login. Users can log into server without an account to download files. ഒരു അക്കൗണ്ട് ഇല്ലാതെ പോലും നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്ലോഡിങ് ഈസ് നോട്ട് അലൗഡ് ഫോർ അനോണിമസ് ലോഗിൻ. നിങ്ങൾക്ക് അനോണിമസ് ആയിട്ടുള്ള FTP സപ്പോർട്ട് ചെയ്യുന്ന സെർവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും സോങ്സ്. ബട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സോങ് അതിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് എൻ അക്കൗണ്ട്. ഓക്കെ, അപ്ലോഡിങ് ഈസ് നോട്ട് അലൗഡ് ഫോർ അനോണിമസ് ലോഗിൻ. ഓക്കെ, നമ്മൾ അനോണിമസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്താലും അപ്ലോഡ് ചെയ്താലും അതിൻ്റെ IP അഡ്രസ്സ് നിങ്ങളുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് അനോണിമസ് FTP. Anonymous FTP means various public server allow anonymous login, and you can download the files without logging into that particular server. But if you want to upload some file, you have to log in. But if you download the files without logging, your IP address will be tracked. So this is about anonymous FTP. Then there are two terms, get and put. Get and put ഇത്രയേ ഉള്ളൂ. Get means download, put means upload. ഗെറ്റ് മീൻസ് FTP സെർവറിൽ നിന്നും നിങ്ങളുടെ ക്ലയൻറ്റ് സൈഡിലോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന FTP ടേം ആണ് ഗെറ്റ്. പുട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫയൽ നിങ്ങൾ FTP സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, സോ അതിന് പറയുന്ന ടേം ആണ് പുട്ട് എന്ന് പറയുന്നത്. ബട്ട് ഓതറൈസ്ഡ് യൂസേഴ്സ് അല്ലെങ്കിൽ FTP സൈറ്റ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് HTTP FTP:/ എന്നുള്ള ഒരു അഡ്രസ് ആയിരിക്കും അതിൻ്റെ ഈ അഡ്രസ് ബാറിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് FTP. അനോണിമസ് FTP, ഗെറ്റ്, പുട്ട് ആൻഡ് FTP സൈറ്റ്. അനോണിമസ് FTP എന്ന് പറയുന്നത് ലോഗിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബട്ട് യു ക്യാനോട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അക്കൗണ്ട് തന്നെ വേണം. അനോണിമസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. And your IP address will be tracked in both the cases. Get means download, put means upload. Put operation only authorized users ചെയ്യാൻ പറ്റുള്ളൂ. And FTP site always be having a begin with FTP://. Okay, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഒരു കൺസെപ്റ്റ് കൂടി നോക്കാം, FTP കണക്ഷൻ ടൈപ്പ്. FTPൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കണക്ഷൻ ടൈപ്സ് എന്തൊക്കെയാണ്? FTP യൂസേഴ്സ് ദ സർവീസ് ഓഫ് TCP നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. FTP കണക്ട് ടു TCP പോർട്ട് ഫോർ ഓൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെർവർ ആൻഡ് യൂസർ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, 20 and 21. 21 is for establishing the connection and control purpose, and 20 is for the data purpose. കമാൻഡ് പോർട്ട് എന്ന് പറയുന്നത് മെയിൻ TCP പോർട്ട് ക്രിയേറ്റഡ് അപ്പോൺ എ സെഷൻ ഈസ് കണക്റ്റഡ്. മീൻസ് നമ്മൾ പറഞ്ഞാൽ 21 പോർട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടാണ് കമാൻഡ് പോർട്ട് ഓർ 21 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് 21 ഈസ് ഫോർ അൺസെക്യൂർഡ് കണക്ഷനും 990 എന്നുള്ള പോർട്ട് സെക്യൂർഡ് കണക്ഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കോമൺ ആയിട്ട് 21 എന്നുള്ള പോർട്ടാണ് പറയുക. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കേസസ് വി യൂസ് 21. ആൻഡ് സെക്യൂർ ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ അല്ലെ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണെങ്കിൽ വി കോമൺലി യൂസ് 990 എന്നുള്ള പോർട്ടാണ് യൂസ് ചെയ്യുക. ഡാറ്റ പോർട്ട് എന്ന് പറയുന്നത് കണക്ഷൻ ഓക്കെ ആയതിനു ശേഷം ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പോർട്ട് നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും. കണക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ കണക്ഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഡാറ്റ കണക്ഷൻസ് എപ്പോഴും നമ്മൾ ഓപ്പൺ ആക്കി വെക്കില്ല. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മാത്രം ഓപ്പൺ ആക്കും. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. So these are the different TCP connection types, that is by using command port and data port. Command port connection establish ചെയ്യാനും കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട്
21 is for the unsecured connection and 990 is for secured connection. ഡാറ്റ പോർട്ട് എപ്പോഴും 20 ആണ്. അത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ദിസ് കമാൻഡ് പോർട്ട്. ദെൻ ഡാറ്റ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം, ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ FTP ഫയൽ ട്രാൻസ്ഫർ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നു, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതിനുശേഷം ഫയൽസിനെ റിട്രീവ് ചെയ്തെടുക്കുന്നു. ഓക്കെ, സോ FTPയുടെ ഒരു കണക്ഷൻ മോഡ്സ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്നെടുത്ത് ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് ആപ്ലിക്കേഷൻ ലെയർ, ഓർ സോറി, വി സ്റ്റാർട്ടഡ് വിത്ത് UDP. വാട്ട് ഈസ് UDP? യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. അതിൻ്റെ ഹെഡർ ഫോർമാറ്റ്, സോഴ്സ് അഡ്രസ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്, സോഴ്സ് പോർട്ട്, ഡെസ്റ്റിനേഷൻ പോർട്ട്, UDP ലെങ്ത്, UDP ചെക്സം. അതിൻ്റെ പ്രോപ്പർട്ടീസ്, എപ്പോഴൊക്കെയാണ് നമ്മൾ UDP യൂസ് ചെയ്യുന്നത്, UDP യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ എന്തൊക്കെയാണ്, TCP UDP തമ്മിലുള്ള കമ്പാരിസൺ. ദെൻ വാട്ട് ആപ്ലിക്കേഷൻ, ദ uppermost layer in both the TCP IP and OSI reference model ആണ് ആപ്ലിക്കേഷൻ ലെയർ. OSI റെഫറൻസ് മോഡലിനെ സംബന്ധിച്ചിടത്തോളം 7th ലെയറും TCP IP സംബന്ധിച്ചിടത്തോളം 4th ലെയറുമാണ്, മീൻസ് ഏറ്റവും ടോപ്പിലുള്ളതാണ്. എല്ലാ ഹയർ ലെയർ പ്രോട്ടോക്കോളും ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ ആണ് ടെൽനെറ്റ്, FTP, TFTP, XMPP, DNS. ഇതിൽ FTPയും TFTP തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട് ഏത് സർവീസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. FTP TCP ആണ് യൂസ് ചെയ്യുന്നത്, TFTP UDP ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് FTP ആണ് പഠിക്കാനുള്ളത്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഈസ് യൂസ് ടു ട്രാൻസ്ഫർ ഫയൽ ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് സെർവർ. ഇവിടെ HTTP പ്രോട്ടോകോളിന്റെ കൂടെ HTTPക്ക് പകരം അഡ്രസ് ബാറിൽ FTP:// ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് വി യൂസ് ടു കണക്ഷൻസ്, that is, or we use two port numbers 21 and 20. 21 is for control, for establishing connection and control that connection, and 20 is for the data communication. This is how the normal operation works. Client server ready ആണെന്ന് പറയുന്നു, യൂസർ വിത്ത് യൂസർ നെയിം ചെയ്യുന്നു, ഓതറൈസ്ഡ് യൂസർ ആണെങ്കിൽ ഓക്കെ, പാസ്വേഡ് ചോദിക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, ലോഗിൻ ഓക്കെ ആവുന്നു, ദെൻ പോർട്ട് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, കണക്ഷൻ ഓക്കെ ആവുന്നു. കണക്ഷൻ ഓക്കെ ആയതിനു ശേഷം ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നു, അതിനുശേഷം കണക്ഷൻ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഓപ്പറേഷൻ. വാട്ട് ആർ ദ ബേസിക് ഫംഗ്ഷൻ ആൻഡ് ടേംസ്? സെർവറിന്റെ അഡ്രസ്സും യൂസർ നെയിം പാസ്വേഡും പോർട്ട് നമ്പറും അറിഞ്ഞിരിക്കണം. ആൻഡ് വാട്ട് ആർ ദ എസെൻഷ്യൽ FTP ടേംസ്? അനോണിമസ് FTP, get, put and FTP site. Anonymous FTP means anonymous ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും, ഫയൽസിന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്നുണ്ട്, ബട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണിന് മാത്രമേ പറ്റുള്ളൂ. രണ്ട് കേസിലും IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യപ്പെടും. ഗെറ്റ് മീൻസ് ഡൗൺലോഡ്, പുട്ട് മീൻസ് അപ്ലോഡ്. FTP സൈറ്റ് എപ്പോഴും FTP:// എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. കണക്ഷൻ ടൈപ്പ് by using two ports, this command port and data port. Command port 21 for unsecured connection and 990 for secure connection. Data port 20 ആണ് ചെയ്യുന്നത്. ഡാറ്റ പോർട്ട് എപ്പോഴും ഓപ്പൺ ആക്കി വെക്കില്ല, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയത്ത് മാത്രം ഓപ്പൺ ആക്കും, അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. ദിസ് ഈസ് ഹൗ ഫയൽ ട്രാൻസ്ഫർ ഹാപ്പൻസ്. എങ്ങനെയാണ് ഫയൽ ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളതാണ്. കണക്ഷൻ, ഡാറ്റ കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതിനുശേഷമാണ് ഫയൽസിന് റിട്രീവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇത്രയും എടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ്, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. UDP ആൻഡ് FTP. FTPൻ്റെ അകത്ത് തന്നെ ജസ്റ്റ് ഒരു കണക്ഷൻ മോഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ, ASCII ആൻഡ് ബൈനറി. ദെൻ നമ്മൾ നെക്സ്റ്റ് ആയിട്ടുള്ള DNSലോട്ട് പോകും, ഡൊമെയിൻ നെയിം സിസ്റ്റം. സോ FTPയുടെ കൺസെപ്റ്റുകൾ, അതിൻ്റെ ടേംസ് എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ദെൻ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, ആദർശ്, അദ്യുമൻ,
അജ്മൽ. അജ്മൽ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ. അഖിൽ അനക. അഖിൽ അനക. അഖിലില്ലേ? അഞ്ജലി അനുഗ്രഹ്. അഭിനാഥുൽ. ദേവിക ദിൽന. മസ്ന ജസ്ന. കാർത്തിക് കീർത്തന. കാർത്തിക് കീർത്തന. സിനൻ ഇജാസ്. നഫ നേഹ. നേഹ. ഓക്കെ. നഫ. നിതിൻ പ്രണവ്. പ്രണവ് സി റൈത. റസാന റസ്ലിൻ. റോഷൻ സഹലബി. സഞ്ജീത്. സഹല എൻ ആബ്സെന്റ്. സാരംഗ്. ഷാരുൺ. ശ്രദ്ധ. വിഷ്ണു വൈഷ്ണവി. വിഷ്ണു ആബ്സെന്റ്. ശ്രീഷ്മ അഞ്ജിത ഷിറോണ. അഞ്ജിത ആബ്സെന്റ്. ഓക്കെ ഓക്കെ ദെൻ ബാക്കി നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഡൗട്ട്സ് നോക്കിയോ നെക്സ്റ്റ് ക്ലാസ് ചോദിക്കാം. ഓക്കെ താങ്ക് യു.